ഒരിക്കലും വിചാരിച്ചു മലയാളത്തിൽ നിൽക്കും. മലയാളത്തിൽ നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല പ്ലംബി ആയിട്ടുള്ള നല്ല രസമാണ്. നയൻതാര ഇപ്പം വേറൊരു എക്സ്ട്രീം വേറൊരു മുഖമാണ്. അന്ന് അങ്ങനല്ല, അവള് നല്ലൊരു സുന്ദരിയായിരുന്നു. ഇപ്പോഴും ആണ് അങ്ങനെയല്ല. ഭയങ്കര ഫാൻസാണ് നയൻതാരയ്ക്കൊക്കെ. എൻ്റെ ഹസ്ബൻഡൊക്കെ ഭയങ്കര ഫാനാണ് നയൻതാരയാണ്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു മലയാളത്തിൽ കുറേ നല്ല പടങ്ങൾ ചെയ്യും എന്നൊക്കെ വിചാരിച്ചു നിന്നാണ്. പക്ഷെ മലയാളത്തിന് നഷ്ടമായി പോയി. എത്ര ആയാലും എത്ര നമ്മൾ ഉയരങ്ങളിലല്ലേ നിൽക്കുന്നത്. ഈ നയൻതാരയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ മഞ്ജു വാര്യരുടെ കാര്യവും പറഞ്ഞു. അതായത് ചേച്ചിയുടെ ഫസ്റ്റ് ഫിലിം മഞ്ജു വാര്യരുടെ സെക്കൻഡ് ഫിലിം ആയിരുന്നു തൂവൽക്കൊട്ടാരം. സെക്കൻഡ് ഫിലിമാണ് തോന്നുന്നു. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ മഞ്ജു വാര്യരുടെ സെക്കൻഡ് ഫിലിം ആണെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പുള്ളി ആ സിനിമയിൽ പെർഫോം ചെയ്തതൊക്കെ ഭയങ്കര കിടിലാണ്, വേറെ ലെവൽ. അയ്യോ ഒന്നും പറയാൻ പറ്റില്ല. കവറിന്റെ രീതിയിലേ അല്ല. എന്തെങ്കിലും ചേച്ചി ഓർമ്മയുണ്ടോ പുള്ളിക്കാരി പെർഫോം ചെയ്യുന്നതോ അന്നത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ? എനിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പെർഫോം ചെയ്യുന്നത് അത് നോർമലി എനിക്ക് നോർമൽ അതാണ്. പക്ഷെ ഞാൻ കണ്ണ് തള്ളിയത് ഡാൻസ് പെർഫോമൻസിൽ. സൂര്യ ചേച്ചിയും മഞ്ജുവും കൂടെ ഒരു കോമ്പറ്റീഷൻ മാതിരി ഒരു പാട്ടുണ്ട്. അതിലൊക്കെ ആ സോങ്ങിലൊക്കെ ഞങ്ങളുണ്ട്. വെരി ഫസ്റ്റ് ആ കുട്ടി ഡാൻസ് ചെയ്യുന്നത് കാണുന്നത് ആ ഷൂട്ടിലാണ്. കലാമാസ്റ്റർ ആയിരുന്നു അതിൻ്റെ. എനിക്ക് അഭിനയിക്കാനൊക്കെ ഞാൻ മറന്നുപോയി. എൻ്റെ ക്ലോസ് ഒക്കെ വരുമ്പോഴത്തേക്കൊക്കെ ഞാൻ അങ്ങനെ അന്തം വിട്ടിങ്ങനെ, നമ്മളെല്ലാം ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്ന. കാരണം ഈ കുട്ടി ജയിക്കണമാണല്ലോ. ഞങ്ങൾ ഒരു കോമ്പറ്റീഷൻ അല്ലേ. അപ്പം ഞങ്ങളുടെ സെക്ഷനിലുള്ള ആള് നമ്മുടെ കൊട്ടാരത്തിലെ കുട്ടിയല്ലേ, കസിൻ അല്ലേ. അപ്പം ഞാനിങ്ങനെ എൻ്റെ ദൈവമേ, അവര് പറയുന്ന കലാമാസ്റ്ററൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെയൊക്കെ 100 ഇരട്ടിയാണ് കൊടുക്കുന്നത്. അതായത് ഓരോ പോസ്റ്റേഴ്സും നിൽക്കുന്ന സ്റ്റൈലും ക്ലാസിക്കൽ ഡാൻസർ ആണല്ലോ മെയിൻ. അപ്പം അവളുടെ ഒരു സ്റ്റൈലും അന്ന് സൂര്യ ചേച്ചി അതിനോടൊപ്പം ഇങ്ങനെയൊക്കെ എത്തിയല്ലോ എന്നാണ് ഞാനിങ്ങനെ ചിന്തിച്ചത്. അതാണ് അവരും ഏതാണ്ട് അവരും ഡാൻസറാണ്. സോ ഇതൊരു വേറെ സ്റ്റൈൽ ഓഫ് ഇതായിരുന്നു. ഞാൻ ശരിക്കും മഞ്ജുൻ്റെ തൂവൽക്കൊട്ടാരത്തിൽ കണ്ണ് തള്ളിയത് ഇതാണ്. പെർഫോമൻസസ് വേറെ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പെർഫോമിങ് ഏതൊക്കെ ലെവലിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. ഔട്ട് മീൻസ് ലൈക്ക് പടം കണ്ടപ്പോഴാണ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ ചെയ്തോ. പക്ഷെ എനിക്ക് നേരിട്ട് കണ്ട് ഞാൻ അന്തം വിട്ടത് ഈ ഒരു ഡാൻസ് സീക്വൻസ് ഷൂട്ടിന്, സോങ്സ് ഷൂട്ടിനായിരുന്നു. അന്ന് ക്രൂ ഒക്കെ പറയുമായിരുന്നു, അതായത് പുതുമുഖത്തിനെ പോലെ എല്ലാ പുള്ളിക്കാരെ പെർഫോം ചെയ്യുന്നത്, അതായത് ഭയങ്കര ടാലന്റഡ് ആണെന്നൊക്കെയുള്ള സംസാരം അന്ന് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഓരോ സീൻ കഴിയുമ്പോഴത്തേക്കും കൈയടിയും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. പിന്നെ ഈ പറഞ്ഞ മാതിരി സത്യേട്ടൻ്റെ ഒക്കെ ഒരു ഭയങ്കര ഒരു അപ്രിസിയേഷൻ ആണ്. ആ ഒരു മൊമെന്റിൽ നമുക്ക് സാധനം കിട്ടും. ഇങ്ങനെ ബലം പിടിച്ചൊന്നും ഇരിക്കില്ല ചില ഡയറക്ടേഴ്സ് ഇരിക്കുന്ന പോലെ. നമുക്ക് സൂപ്പർ അങ്ങനെയൊക്കെ പറയില്ലേ, അത് നമുക്ക് അവാർഡ് കിട്ടിയ പോലെയാണ്. കാരണം ഇവരൊക്കെ മോട്ടിവേഷൻ തന്നെയാണ്. കാരണം ഇവരൊക്കെ എത്ര പടങ്ങൾ ചെയ്തിട്ടുള്ള ലെജൻസ് ആണ്. അപ്പം ഇവരുടെയൊക്കെ ഒരു പടങ്ങളിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്ത് അതിനകത്ത് ഇവരെ നമ്മളിങ്ങനെ ഷോട്ട് കഴിഞ്ഞിട്ട് ഇവരെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ അത് മതി. അങ്ങനെ കാണിക്കുന്നത് വരെ അവര് ചെയ്യിപ്പിക്കും നമ്മളെ, അത് വേറെ കാര്യം. 2, 3, 4, 5 ടേക്കൊക്കെ എടുത്ത് നമ്മൾ ചെയ്യിപ്പിക്കും. കാരണം അതാണ് ഞാൻ പറഞ്ഞ ഒരു ക്യാപ്റ്റൻ അദ്ദേഹം തന്നെയാണല്ലോ. അപ്പൊ അദ്ദേഹം എന്നല്ല, ഏത് ഡയറക്ടർ ആണെങ്കിലും ആ ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റൻ അതാണ്. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ മനസ്സിൽ കൺവിൻസ് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് പ്രേക്ഷകരെ, അതിലേക്ക് വരെ അവർ കൊണ്ടുവരും ആർട്ടിസ്റ്റുകളെ. ചേച്ചി അടുത്ത റൗണ്ടിലേക്ക് പോവാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട്. നമ്മൾ ചെറിയൊരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്കാണ് പോകുന്നത്. പേടിക്കേണ്ട, ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. സൂപ്പർ. നേരത്തെ പറഞ്ഞില്ല 34 വർഷത്തെ 91 ടിൽ ദിസ് ഇത് എത്രയാണ്? അത്രയാണ്. 91 ഏത് സിനിമയായിരുന്നു ആദ്യത്തെ? 91 സിനിമയല്ല, 91 ഒരു കൂടെയും കുഞ്ഞുപെങ്ങളും ഫസ്റ്റ് സീരിയൽ, അത് കഴിഞ്ഞിട്ട് ദൂരദർശനിൽ. ഓക്കെ, അപ്പോൾ 35 റൗണ്ട് ചെയ്യട്ടെ. ഈ 35 ഇയേഴ്സ് ഓഫ് ഫിലിം കരിയറിൽ മറക്കാൻ പറ്റാത്ത ഒരു കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഒരു കമന്റ് എൻ്റെ ലൈഫിൽ ഇതാണ്. ഓപ്ഷൻ ഇല്ല, അതെനിക്കറിയില്ല. ചേച്ചി കിട്ടിയ കമന്റ്സ് എന്തൊക്കെയാണെന്ന്. മറക്കാൻ പറ്റാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ കോമന്റ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ്? മറക്കാൻ പറ്റാത്തത് പ്രിയചേട്ടനിൽ നിന്ന് കിട്ടിയത് കോംപ്ലിമെന്റ്. അത് വെരി ഫസ്റ്റ് എനിക്ക് അവാർഡ് കിട്ടിയ സമയത്ത്, നെയ്ത്തുകാരൻ്റെ 2001 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് പ്രിയചേട്ടനായിരുന്നു അതിൻ്റെ ജൂറിയിൽ, വൺ ഓഫ് ദ ജൂറീസ് പുള്ളിയായിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് എനിക്ക് അവാർഡ് തന്നതിന് ശേഷം, അവാർഡ് ഇൻ ദ സെൻസ് ഇത് ആയതിനു ശേഷം എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തതാണ്. എന്താ പറഞ്ഞേ? ഇത്രയും നാള് എവിടെയായിരുന്നു ഇത്രയും നാള് എന്റെ വർക്കിലൊന്നും വർക്ക് ചെയ്യിക്കാൻ, അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിച്ചില്ല. വെട്ടാൻ ചെയ്യുന്നു.
ഓക്കെ, ഇത് കണ്ടിട്ടാണ് എന്നെ വെട്ടത്തിൽ ചെയ്യുന്നത്. അടിപൊളി. അപ്പൊ ഇതാണ് എൻ്റെ ഏറ്റവും മറക്കാനാവാത്ത കോംപ്ലിമെന്റ് ഫ്രം ഒരു ഫീൽഡിൽ നിന്ന് ഒരു ലെജൻഡ് തന്നത്. നെയ്ത്തുകാരിൽ നിന്ന് വെട്ടം, പിന്നെ വെട്ടത്തിൽ നിന്നാണ് നമ്മൾ ബോളിവുഡിലേക്ക് പോകുന്നത് അപ്പൊ അല്ലേ? അതെ അതെ. ഓ അടിപൊളി. ഓക്കെ, മലയാളം ഫിലിം സീരിയൽ ഇൻഡസ്ട്രിയിൽ ഈ ഒരു പെർട്ടിക്കുലർ കൾച്ചർ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രാക്ടീസിനോട് ഞാൻ വളരെയധികം എതിരാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മലയാളം ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ സീരിയലിലോ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ കൾച്ചറിനോട് അല്ലെങ്കിൽ പ്രാക്ടീസിനോട് ചേച്ചിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത് മാറണം എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ? മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ വരാറുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ? അല്ല, മീൻസ് ഈവൻ ക്യാരക്ടേഴ്സിൽ തന്നെയാണ് ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സും ഒക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളത്. പക്ഷേ എപ്പോഴും മെയിൽ ഡോമിനൻസിനും ഒരു മെയിൽ ആക്ടറിനും ഒരു ഹീറോ, ഒരു പവർസത്തിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് മൂവീസിന് കൊടുക്കുക. അതിനെക്കാട്ടിയും പവറാണല്ലോ ലേഡീസിന്റെ സാധനങ്ങൾ. നമ്മുടെ ഫുൾ സൊസൈറ്റിയിൽ നടക്കുന്ന വളരെ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് സ്ത്രീകൾക്ക് പറയാൻ. അപ്പം അത്തരം സംഭവങ്ങൾ സ്ത്രീയെ ഒരു ലക്ഷ്യമാക്കിക്കൊണ്ട് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. ആൾക്കാർ ജസ്റ്റ് ദേ ആർ ബിഹൈൻഡ് ഇങ്ങനെ ഒരു എന്താ പറയണ്ട, ഒരു ഹീറോ ലെവൽ ഓഫ് ഇതല്ലാണ്. അതിനകത്ത് ഒരു ഫൈറ്റിലൊക്കെ നമുക്കൊന്നും ഒരിക്കലും ഒരു ഹീറോ ഒരു നോർമൽ റോഡിലൊക്കെ ഇത്തരം ജനങ്ങളെ ഫൈറ്റ് അടിച്ച് വീഴ്ത്തുകയും അങ്ങനെയൊക്കെ അതൊക്കെ സിനിമകളിൽ മാത്രം. പക്ഷെ അതിൽ നിന്നൊക്കെ ഫൈറ്റ് അടിച്ച് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചുറ്റിലുണ്ട്. അത്തരം കുറേ അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ധാരാളം ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ ശക്തിപരമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മുടെ സൊസൈറ്റിക്കകത്ത് നമ്മൾ ഒന്നെല്ലാം മാറ്റി വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതിനെ ഇതിലേക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരിക, നമ്മളെ പോലെ എന്നല്ല ഞാൻ പറഞ്ഞത്, ശക്തിയേറിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പടങ്ങൾ അവരിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നു, ബാക്കി എല്ലാവരും ആക്ച്വലി ഫോർ സോങ്സ് ആൻഡ് ഓൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ നിൽക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ഇങ്ങനെ നിൽക്കുക, അതിലേക്ക് വരിക എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ആഗ്രഹം ആണ്. അപ്പം ആ ആഗ്രഹത്തിന് മേലിപ്പം നമ്മളെ പോലുള്ള വ്യക്തികൾക്കൊന്നും അത്തരം കഥാപാത്രങ്ങൾ തരണമെന്നില്ല. ആൾക്കാർക്ക് ഇപ്പോഴും ഈ പറച്ചിലുകളും കാര്യങ്ങളൊക്കെ ഭയങ്കരമാണ്. ഓഡിയൻസ് ഭയങ്കര സംഭവമാണ്, സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് ഇതാണെന്ന്. പക്ഷെ ഈ സിനിമയിലായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എപ്പോഴും ആ മെയിൽ പ്രോമിനൻസും മെയിൽ ആർട്ടിസ്റ്റുകൾക്കുള്ള പടങ്ങളും അത്തരം സിനിമകൾക്കാണ് ഇപ്പോഴും ഓഡിയൻസ് പോകുന്നത്. തട്ടുപൊളിപ്പൻ സിനിമകൾ എപ്പോഴും ഒരു എന്റർടൈൻമെന്റ് ആകണം, കുറച്ച് ഇൻഫോർമേറ്റീവ്, മീൻസ് കുറച്ചുകൂടെ നമുക്ക് ജീവിതത്തിനോട് അടുത്ത് നിൽക്കുന്നതായിരിക്കണം. നമ്മുടെ കഥയുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള നെയ്ബേഴ്സിന്റെ കഥകളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതികളിലായിരിക്കണം. നമുക്ക് കുറച്ച് എന്റർടൈനിങ് ആയിരിക്കണം. എല്ലാം തട്ടുപൊളിപ്പനായാലോ, എല്ലാ റോഡുകളിലുള്ള ഫൈറ്റ് ആയാലോ, നമ്മളിപ്പോൾ കുറേയൊക്കെ വളർന്നില്ലേ, നമ്മൾ പണ്ടത്തെ ഒരു സിനിമ സെറ്റപ്പിലല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പം അതിൽ നിന്നുകൊണ്ട് ഇത്തരം സ്ത്രീ കഥാപാത്രങ്ങളെയൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അതിപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് എന്താണ്, എനിക്ക് അതിൻ്റെ ടാക്ടിക് എന്താണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. സിനിമയുടെ ടാക്ടിക്സ് ഡിഫറെൻ്റ് ആണ്. സീരിയലിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ നിരവധി താരങ്ങളുണ്ട്. അങ്ങനെ ഒരാളാണ് സോന നായർ. സോനയെ പറ്റി പറയുകയാണെങ്കിൽ മലയാളത്തിൽ അഭിനയിക്കാത്ത വേഷങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. അമ്മ റോളുകളാണെങ്കിലും സഹോദരി റോളുകളാണെങ്കിലും വില്ലത്തി റോളുകളാണെങ്കിലും നായിക റോളുകളാണെങ്കിലും അങ്ങനെ എല്ലാ റോളുകളിലും നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു നടിയാണ് സോന നായർ. എല്ലാ റോളുകളും തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്ന് തെളിയിച്ചൊരു നായിക തന്നെയാണ് സോന. ഇപ്പോൾ തന്റെ സിനിമയിലെ വിശേഷങ്ങളൊക്കെ പറയുകയാണ്, തന്റെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ. പല സിനിമകളിലും കൂടെ അഭിനയിച്ചവരെ കുറിച്ചും മറ്റും പറയുകയാണ് സോന.